നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇതാദ്യമായാണ് BJP സ്വന്തമായി ഭൂരിപക്ഷം നേടുന്നതിൽ പരാജയപ്പെടുന്നത്. എന്നാൽ 2024 എക്സിറ്റ് പോളുകൾ ഇതിന് വിപരീതമായുള്ള ഡാറ്റയാണ് കാണിക്കുകയുണ്ടായത്. എന്തുകൊണ്ടാണ് ഇത്തവണ വൻ ഭൂരിപക്ഷം നേടാൻ സാധിക്കാതിരുന്നത്? ഇത്തരം ചെറിയ മാർജിനിലുള്ള വിജയമായതിനാൽ ഇത്തവണ BJP അതിൻ്റെ സഖ്യ പങ്കാളികളെ, പ്രത്യേകിച്ച് തെലുങ്ക് ദേശം പാർട്ടി, ജനതാദൾ യുണൈറ്റഡ് എന്നിവരെ ആശ്രയിക്കേണ്ടി വരും എന്നുള്ളതാണ്. രണ്ട് പാർട്ടികളും ഒരുമിച്ച് ഏകദേശം 30 മുതൽ 32 ലോക്സഭാ സീറ്റുകൾ നേടുന്ന കാഴ്ചയാണ് കാണുകയുണ്ടായത്. ഇങ്ങനെ ഒറ്റക്കെട്ടായിട്ടാണെങ്കിൽ ഒരു മോദി സർക്കാർ കൂടി സാധ്യമാകാതിരിക്കാൻ വേറെ വഴിയൊന്നുമില്ല. ലോക്സഭയിലേക്ക് അംഗങ്ങളെ അയക്കുന്നതിൽ ഏറ്റവും വലിയ 3 സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ നിന്നാണ് BJPക്ക് ഏറ്റവും വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നത്. അവർക്ക് ആകെ 170 ലോക്സഭാ സീറ്റുകളാണുള്ളത്. BJPക്ക് ഒറ്റയ്ക്ക് 103ഉം സഖ്യകക്ഷികളോടൊപ്പം 120ഉം നേടാൻ കഴിഞ്ഞു. BJPയുടെ നേതൃത്വത്തിലുള്ള NDAയുടെ സ്കോർ 64ആണ്. 2019 ഉത്തർപ്രദേശിൽ നിന്ന് മാത്രം നേടിയിരുന്ന സംഖ്യയാണിത്. എന്തുകൊണ്ടായിരിക്കും ഇത്തവണ BJPക്ക് പ്രതീക്ഷിച്ചതിലും അത്രയ്ക്ക് മെജോറിറ്റി കിട്ടാതിരുന്നത്? BJP ഭരിക്കുന്ന ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഹരിയാന ഒഴികെയുള്ള സംസ്ഥാനങ്ങളിലെ ഭരണവിരുദ്ധത ഒരു തിരഞ്ഞെടുപ്പിൽ ഒരു വസ്തുത തന്നെയായിരിക്കാം എന്നുള്ളതൊരു കാരണമാണ്. മാത്രമല്ല, ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ 2019 തിരഞ്ഞെടുപ്പിൽ BJP തൂത്തുവാരിയിരുന്നു. എന്നാൽ ഇത്തവണ അതിന് സാധിക്കുക ഉണ്ടായിരുന്നില്ല എന്നുള്ള കാരണം നല്ലൊരു ശതമാനം വോട്ടർമാരുടെ കുറവ് അവിടെ BJPയുടെ വിഹിതം കുറയ്ക്കുന്നതിൻ്റെ ഒരു പ്രധാന പങ്ക് വഹിച്ചു. എന്നാൽ 2014ലെയും 2019ലെയും ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ BJP കുതിച്ചു ചാടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രതിപക്ഷത്തിന് ദേശീയ സഖ്യം ഉണ്ടായിരുന്നില്ല. ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി തുടങ്ങിയവരുടെ കാലത്തുൾപ്പെടെ 50% വോട്ട് വിഹിതവുമായി ഒരു പാർട്ടിയും ന്യൂഡൽഹിയിൽ അധികാരത്തിൽ വന്നിട്ടില്ല. ആയതിനാൽ തന്നെ ഒരു ഇന്ത്യൻ തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഭരണകക്ഷിക്കോ സഖ്യത്തിനോ കടുത്ത ഭീഷണിയാണ് പ്രതിപക്ഷ ഐക്യനിര ഉയർത്തുന്നത്. 2019 തിരഞ്ഞെടുപ്പിൽ BJPയുടെ നേതൃത്വത്തിലുള്ള NDA ഏകദേശം 45% വോട്ടുകൾ നേടി. അതായത് വോട്ട് ചെയ്തവരിൽ 55% ഭരണസഖ്യത്തെ തിരഞ്ഞെടുത്തില്ല എന്നുള്ളതാണ് ഇതിലൂടെ കാണിക്കുന്നത്. ഇത്തവണ പ്രതിപക്ഷം എല്ലാവരും ഒത്തൊരുമയോടുകൂടി നിന്ന് ഒരു സഖ്യമുണ്ടാക്കി. അത് ഈ തിരഞ്ഞെടുപ്പിൽ BJP വിരുദ്ധ വോട്ടർമാർക്ക് മുന്നിൽ ഒരു ഓപ്ഷൻ വാഗ്ദാനം ചെയ്തു. TMCയും CPMും AAPയും തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളായ പശ്ചിമ ബംഗാൾ, കേരളം, പഞ്ചാബ് എന്നിവിടങ്ങളിൽ കോൺഗ്രസിനെതിരെ മത്സരിച്ചെങ്കിലും 200-ലധികം ലോക്സഭാ സീറ്റുകളിൽ അവർ BJPക്കെതിരെയാണ് ഒറ്റക്കെട്ടായി നിന്നത്. പ്രതിപക്ഷ പാർട്ടികൾ രൂപീകരിച്ച ഇന്ത്യൻ ബ്ലോക്കിന് ഇത് പ്രത്യേകിച്ചും വലിയ സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും വളരെ ഫലപ്രദമായ മത്സരം കാഴ്ചവെക്കാൻ സഹായകമായി. അതായത് പ്രാദേശിക പാർട്ടികളുടെ പങ്ക് നിർണായകമാണ് എന്ന് കാണിക്കുന്ന തിരഞ്ഞെടുപ്പാണ് കാണുകയുണ്ടായത്. അതായത് ഒരു സർക്കാർ രൂപീകരിക്കുന്നതിലുള്ള പ്രാദേശിക പാർട്ടിക്കാരുടെ പങ്ക് വളരെ വലുതാണ് എന്നുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ 10 വർഷ കാലയളവിൽ BJPക്ക് സ്വന്തമായി ഭൂരിപക്ഷം ലഭിക്കുകയും 30 വർഷത്തിനിടയിലുള്ള ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർന്ന ഒരു ഭൂരിപക്ഷമുള്ള നേതാവായി ഉയർന്നു വരികയും ചെയ്തതോടെ പ്രാദേശിക പാർട്ടികൾക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പോരാടാനുള്ള ശക്തി നഷ്ടപ്പെട്ടു. എന്നാൽ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാണിക്കുന്നത് ഇതിനുള്ള മറുപടിയായിട്ടാണ്. അതായത് ദേശീയ പാർട്ടികൾ ഒറ്റക്കെട്ടായി ഒരു സഖ്യം രൂപീകരിച്ചാൽ തകർക്കാവുന്ന ഭൂരിപക്ഷമേ ഉള്ളൂ എന്നാണ്. ഇതൊരു സൂചന മാത്രമാണ്. ഇങ്ങനെ പോയാൽ ഇനി ഒരു മന്ത്രിസഭ വരും തിരഞ്ഞെടുപ്പുകളിൽ രൂപീകരിക്കാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. മുന്നേ ഉണ്ടായിരുന്ന 2 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും BJP അണികൾ വളരെ സജീവമായിരുന്നു. എന്നാൽ ഇത്തവണ അതുണ്ടായിരുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളും ഒരു കാരണമാകാം. 2014ലും 2019ലും പോലെ പ്രധാനമന്ത്രിയുടെ ജനപ്രീതി മതിയെന്നുള്ള തോന്നലാകാം അവരെ ഇതിന് പ്രേരിപ്പിച്ചത് എന്നുള്ളതും ഒരു കാരണമാണ്. പക്ഷേ ഭരണവിരുദ്ധ നിലപാടുകൾ ഉണ്ടെന്നുള്ള കാരണം മനസ്സിലാക്കാനും സാധിച്ചില്ല. സർക്കാർ ജോലിയിലും ഉന്നത വിദ്യാഭ്യാസത്തിലും അങ്ങനെ തുടങ്ങി നിരവധി സംവരണ വ്യവസ്ഥയിലും മാറ്റം വരുത്തുമെന്നുള്ള പ്രതിപക്ഷ ആഹ്വാനം ജനങ്ങളിൽ ഒരുവിധം സ്വാധീനം കെട്ടിപ്പടുക്കാൻ സാധിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ നിലവിലുള്ള തൊഴിലില്ലായ്മയും ഡീസൽ, പെട്രോൾ, ഗ്യാസ് വിലവർധനയും എല്ലാം ഒരു കാരണമാകാനും സാധ്യത ഉണ്ടായേക്കാം. ബീഹാർ മാതൃകയിലുള്ള ജാതി സർവേ സംസ്ഥാനങ്ങളിലും ദേശീയതലത്തിലും ആവർത്തിക്കുമെന്നുള്ള കോൺഗ്രസും ഇന്ത്യൻ ബ്ലോക്കിലെ മറ്റ് പാർട്ടികളും വാഗ്ദാനം ചെയ്തതും കാണുകയുണ്ടായി. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഹരിയാന എന്നിവയുൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിലെ ഏറ്റവും വലിയ ഒറ്റ സമുദായ വോട്ടർമാരാണ് OBCകൾ. അവിടെ BJPക്ക് പ്രതീക്ഷിച്ചതിലും അത്ര വലിയ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ OBC വോട്ടർമാർ പ്രബലമായ മണ്ഡൽ പാർട്ടിയായ സമാജ്വാദി പാർട്ടിക്കൊപ്പം വൻതോതിൽ പോയതായി റിപ്പോർട്ടുകൾ കാണിക്കുന്നുണ്ട്. അതും ഒരു കാരണമാകാം. എന്തായാലും ഈ ഒരു സഖ്യത്തിൻ്റെ ഒത്തൊരുമ ഒരു സൂചനയാണ്.
കാര്യം വരും തിരഞ്ഞെടുപ്പുകളിൽ ഇങ്ങനെ ഒത്തൊരുമയോടെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭരണത്തിലേറാനും അതുപോലെ തന്നെ ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രതിപക്ഷം ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല.